ഹേ ഗൈസ്, ഇന്നുണ്ടല്ലോ യൂണിവേഴ്സിറ്റി പോയൊരു ദിവസമായിരുന്നേ. ഞങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്റർ തുടങ്ങി. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിൽ ആദ്യത്തെ ലാബ് ഇന്നാണ്. ഞങ്ങളുടെ യൂണിയിൽ ട്യൂട്ടോറിയൽസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ലാബിന് 100% അറ്റൻഡൻസ് വേണം കേട്ടോ. ഞങ്ങൾ സാധാരണ ബസ്സിലാണ് യൂണിയിൽ പോവാറ്. എന്നാണ് ഞങ്ങൾക്ക് ബസ്സും കിട്ടിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ബസ് ഓൺ ടൈമിനൊന്നും അല്ല വരാറ്. ചില സമയത്ത് 15-20 മിനിറ്റ് ഒക്കെ വൈകും. പക്ഷെ ഇന്ന് ഫസ്റ്റ് ലാബ് ആയതുകൊണ്ട് വൈകി ചെന്നതിന് ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. ഇന്ന് ഞങ്ങളെ കയറ്റി. അപ്പോൾ ലാബൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ആൽഡിയിലാണ്. ആൽഡിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. കുറേ നാൾ കൂടിയിട്ട് ആൽഡിയിലൊക്കെ പോകുന്നത്. ഇവിടെ കോൾസിനേക്കാളും വിലക്കുറവ് സാധനങ്ങൾക്ക് ആൽഡിയിലാണ്. പക്ഷെ നമുക്ക് അധികം ഓപ്ഷൻസ് ഉണ്ടാവില്ല. കോൾസിന്റെ അത്ര അധികം ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ കോൾസിൽ നിന്ന് വാങ്ങിക്കും. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ പോയത് രമയിലാണ്. രമ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മലയാളി സ്റ്റോറാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ അരി, പിന്നെ ഫ്രോസൺ സാമ്പാർ കിറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാറ്. അപ്പോൾ ഞങ്ങളുടെ അരി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്തവണ അരി മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 10 കിലോ അരിക്ക് $26 ആയി. ഏകദേശം നാട്ടിലെ ഒരു 1500 രൂപ വരും. അങ്ങനെ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഇപ്പോഴും അക്കോമഡേഷനെ പറ്റി എൻക്വയറി ചെയ്യുന്ന കുറേ പേരുണ്ട്. യുനെസ്ക്യൂലാണെങ്കിൽ യുനെസ്ക്യൂ റെസിഡൻഷ്യൽ കോളേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്നും കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. ഞാൻ നിങ്ങൾക്കൊരു ഗ്ലോബൽ സ്റ്റുഡൻറ് അക്കോമഡേഷൻ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഞാനൊരു 2-3 വീഡിയോയിൽ ഇതിനെപ്പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആംബർ എന്നാണ് സ്റ്റുഡൻറ് അക്കോമഡേഷൻ പ്ലാറ്റ്ഫോമിന്റെ പേര്. ഇതിൽ വെരിഫൈഡും റിലയബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓസ്ട്രേലിയയിലുള്ളവർക്ക് മാത്രമല്ല, ജർമ്മനി, USA, കാനഡ, UK അങ്ങനെ 100-ലധികം സിറ്റീസിന് ഇവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനും ഫെസിലിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള അക്കോമഡേഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും എബ്രോഡ് സ്റ്റഡി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്തേക്ക്. അവർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ.